ഓരോ അനുഭവങ്ങളാണ് ദൈവം നമ്മൾ പഠിപ്പിക്കുന്നത്. ഏറ്റവും വലിയ അനുഭവമാണ് കണ്ടോ നാം ചെല്ലുന്നത്. തൊഴിലർപ്പിച്ചാൽ തന്നെ നമ്മുടെ പാപം മോചിക്കില്ലെന്ന് പ്രഭാഷകൻ 34:19 വിശുദ്ധിയോട് നാം ബലിയർപ്പിച്ചില്ലെങ്കിൽ ദൈവത്തിന് ആവശ്യമാണ്. വിശുദ്ധിയിൽ കൂടിയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. ആദ്യ സമയത്ത് ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു രോഗിയെ പ്രാർത്ഥിക്കാൻ പോയത് അനുഭവമാണ് ജീവിതത്തില്. ഒരു 7 കൊല്ലത്തിന് മുമ്പായിരുന്നു, 7-8 കൊല്ലത്തിന് മുമ്പായിരുന്നു. ഒരു കരി എന്നും പറഞ്ഞ സ്ഥലത്താണ് പോയത്. കൊച്ചിയിൽ മുഴുവനും വെള്ളവും എല്ലാം. അവിടെ വാഹനമൊന്നും ചെന്നില്ല. ആ സ്ഥലത്ത് ചെന്നപ്പോൾ രോഗിയെ പ്രാർത്ഥിക്കാൻ ചെന്നതാണ്. പ്രാർത്ഥിച്ച ഒരു ക്യാൻസർ പേഷ്യന്റ് മരിക്കാൻ പോകുന്നവരെ പ്രാർത്ഥിക്കാൻ ഏറ്റവും ഇഷ്ടമാരാണ്. ഇവരറിഞ്ഞൂടല്ലേ, മരിക്കാൻ പോകുന്ന ലോകത്തിൽ നിന്ന് ഇടപെടുന്നവരെ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അല്ലാതെ 1 ലക്ഷം പേരെ കാണാനല്ല. മരിക്കാൻ പോകുന്നവിടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ഓടിപ്പോകും. ആത്മാവിന് ആ ലാസ്റ്റ് മൊമെന്റ് പാപം കൊടുത്ത് ഈശോയിട്ടാക്കാൻ അല്ല. ആ ഒരു വലിയ ക്രിസ്തുതയാണത്. അവിടെ നിന്ന് കൃപകളെല്ലാം വരുന്നത്. ആ മരിക്കാൻ പോകുന്ന ക്യാൻസർ ആണെന്ന് പറഞ്ഞു, മരിക്കാൻ പോകുകയെന്ന് പറഞ്ഞു. വേഗം മോട്ടോർ ബൈക്കിന്റെ പുറകെ നിന്ന് സ്ഥലത്തെത്തി ഓടിച്ചവിടെ തന്നു. അവിടെ തന്നെ സൗകര്യം പ്രാർത്ഥിച്ചു. എന്ത് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നു? കർത്താവേ, ഈ ആത്മാവിന് അങ്ങയിലോട്ട് സ്വീകരിക്കണമേ എന്ന്. ആക്ട് 7 അപ്പസ്തലം 7 59-60 വാക്യം. നമുക്കൊക്കെ ആത്മാവുണ്ടോ ഇല്ലയോ? ഇല്ല. ധൈര്യമായിട്ട് ഉണ്ട്. അതിനാണ് ദൈവം അഭിലഷിക്കുന്ന യാക്കോബ് 4:5. അത് പിശാചിന് കൊടുക്കാനാണോ? ഇതുകൊണ്ടാണ് ലോകം മുഴുവൻ നേടിയാലും നമ്മുടെ ആത്മാവ് നശിച്ചാലെന്നാണ് ഫ്രാൻസിസ് സേവരെല്ലാം പറഞ്ഞത്. മത്തായി 16:26 വാക്യത്തില്. ആ ആത്മാവിന് വേണ്ടിയാണ് നമുക്ക് സഭയെല്ലാം വിശു തന്നോ എല്ലാ കുതാശകളും ആത്മാവിനെ രക്ഷിക്കാനാണ്. അതുകൊണ്ടാണ് ആത്മാവിനുള്ള തീഷ്ണത വരുന്നത്. ആ ദൈവം നമ്മൾ ഒളിപ്പിക്കുകയാണത്. 2 കൊരിന്ത്യർ 5:14 ഈശോ ഒളിപ്പിക്കും ആ തീഷ്ണത. അപ്പോൾ ആ തീഷ്ണത നമ്മളുണ്ടെങ്കിൽ, എനിക്ക് ആ തീഷ്ണത കൊടുക്കുന്നുണ്ടെങ്കിൽ എന്റെ കൂടെയുള്ളവർക്കും ആ തീഷ്ണത വരും. 2 കൊരിന്ത്യർ 9:2 ആ തീഷ്ണതയിലാണ് പോണത്. തീഷ്ണത ഇല്ലെങ്കിലോ അല്ലെങ്കിലോ അതിനല്ലെങ്കില ഭയമായിരിക്കും. ജീവിതത്തിൽ ആത്മാവായിരിക്കും. ഹോമയത്തെ 15 വചനമെന്നത് നിങ്ങൾക്ക് പ്രത്യാശയായി. എന്താ? മരണത്തെ ജയിക്കാനുള്ള പ്രത്യാശയായി. മരണം നമുക്കില്ല. അതാണ് ചരിത്രത്തിൽ 107 വാക്യത്തില് ദൈവഭക്തി, ദൈവശക്തി, ആത്മസ്നേഹം, ആത്മവിശ്വാസം വരികയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ആ പ്രാർത്ഥിച്ചെന്ന് ആ സൗകര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞറിയുമ്പോൾ കുറെ ആൾക്കാരോട് എല്ലാം വിചാരിക്കുകയാണ്. പ്രാർത്ഥിക്കണം. നമ്മൾ പോയിരിക്കുന്നതോ ശക്തിയിലാണ്. എന്താ അവിടെ നമ്മളെ കൃപയാണ്. ലോകത്തിലറിയാമോ? പറഞ്ഞത് അവരെ നോക്കുന്നത് അവരെ തിന്നാനും കുടിക്കാനും പണം കത്തണം, തോണം കത്തണം, നാളെ പശുവും അല്ലേ, അടുത്ത വീടുണ്ടാക്കും, കാറ്റുണ്ടാക്കും, അവിടെ ഉണ്ടാക്കും. പിന്നെ നല്ല വാർത്തയുണ്ടോ? പിന്നെ ഓട്ടമാണ്. ഞാൻ പ്രസിഡന്റാകാൻ ശ്രമിച്ചത് സ്ഥാനാർത്ഥിയാണ്. അതിന് അടുത്ത വർഷത്തെ സ്ഥാനാർത്ഥി ഒത്തുതെളിക്കാണ്. പോകാൻ പോകുന്നത് ഒരു 10 പേരെ കാണിക്കാൻ നമ്മൾ നടത്തുന്നില്ലേ? പല കിട്ടിയാണ്. ആത്മാവ് നഷ്ടപ്പെടുത്തുന്നത് ഉള്ള ഭാവമെല്ലാം ചെയ്യിച്ച് വെള്ളിക്കിട്ടമായി വന്നു. വെറുതെ 6:30. പിന്നെ പഠിച്ചവരെല്ലാം കയറി ആണ്ടാറും കയറി ആദായത്തിനും ദൈവത്തിന് ചെയ്യുന്ന ആരാധന. പിന്നെ അവർ ചെയ്യുന്നത് ആവേശത്തോടെയാണ് പാപം ചെയ്യുന്നത്. ആവേശത്തോടെയാണ്. ഞാനൊരു സ്ഥലത്ത് നമുക്ക് ഒരു ഭയങ്കര വ്യക്തിയാണ്. ഇത്തരം മക്കളൊക്കെ ഇങ്ങനെ കാണിച്ചു. അതോ ഞാനെന്റെ സുന്ദരനായ ചെറുപ്പത്തിലെ ആര് കണ്ടാലും സൗകര്യങ്ങളോ ആര്
ശരിയായിരുന്നു. ശാരീരികമായി സ്വർഗമുള്ളത് ആത്മീയമായത് വലുതാണ്. ഈ പറഞ്ഞാൾക്ക് മറ്റൊരു കേട്ടിരിക്കുകയാണ്. നാളെ കേൾക്കും പറഞ്ഞാൽ വൈകുന്നേരം വൈശാലശക്തികൾ ഒത്തിരിയാണ് അതിൽക്കൂടിയാണ് സംസാരിക്കുന്നത്. ഞാൻ ആ കലത്തിനും പ്രാർത്ഥിച്ചപ്പോഴാണ് വൈശാലശക്തികൾ അറിഞ്ഞത്. ഇത്രയും ശക്തി ഒരു ആ വലിയൊരു അനുഭവമായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്കോ ഒറ്റ സഹോദരൻ ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ വേറെ കുളിച്ചത്. കാരണം ആരും കലകളൊന്നും കഴിച്ചില്ല. ആത്മീയ ശക്തി ഇതാണ് ശക്തി. ഏതാണ് പ്രോസസ് 1:29 ശക്തി നാം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ആദ്യം കുറയും, ആദ്യം കരയിൽ വന്ന് കരയിൽ വേണമെങ്കിൽ കരയണം, മാവത്തിലൊക്കെ കരയണം, മാവത്തിൽ വിട്ടുവരണോ. അതാണ് ആക്ട്. കരയിലെ 30-40 പാഠത്തില് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം. കലത്തിലാണ് പിന്നെ പശ്ചാത്തലിക്കുകയും അത് നടന്നതല്ല. അതിനകത്തോടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഒന്നുമില്ലാത്ത ചിന്തിക്കണമെന്ന് പറയുമ്പോൾ നടക്കണം. പശ്ചാത്തലിക്കുകയും പശ്ചാത്തലം അത് ദൈവശക്തിയുള്ള പശ്ചാത്തലം തന്നെ വേണം. 2 കൊറിന്തോസ് 7:9-14 വാക്യത്തില് ദൈവശക്തിയുള്ള പശ്ചാത്തലം മറ്റൊരു ഔദ്യ പശ്ചാത്തലമാണ്. അത് പോയി ഇത് പോയി മത്സരിച്ച് കേട്ടോ. അതൊക്കെ ലൗകികത്തിലുള്ള മറ്റത് ദൈവപ്രകാരം ദൈവം തന്നെ നിങ്ങൾ വിളിക്കുകയാണ്. യോഹന 6:45 65 പിതാവിനെ ആശ്രയിക്കുകയും പിതാവ് ഗൗരവപ്പെടും. യോഹന 3:27 സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ ആവശ്യിക്കുന്നത് ദൈവം നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ എന്റെ പക്ഷി കുഞ്ഞാരും വന്നില്ല വഴിവരെ തിരിച്ചുകൊണ്ടുവന്ന വ്യക്തികളൊന്നും വരുമോ? ഇതുപോലെ വരക്കേണ്ടോ? പക്ഷെ അതുപോലെ നമുക്ക് വിശ്വാസമില്ല. ഈ വചനത്തിലുള്ള വിശ്വാസം. കാരണം ആ വചനമല്ല സ്വീകരിക്കുന്നത്. വചനം നമുക്ക് കാണുന്നില്ല. ജീവിതം അത് പൗരസ്ത്യമാണ്. നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരാകാൻ ഒന്ന് കൊല്ലം പറഞ്ഞത്. എനിക്ക് 3:14 ഒറിയെ പിടിച്ചവാൾ വചനമാണ് എല്ലാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വന്നാലോ എത്ര പേര് എത്ര ആത്മാഭിലാഷമാണ്. ഞാൻ അന്നവിടെ പ്രാർത്ഥിച്ചപ്പോഴാണ് കേട്ടോ എല്ലാം വിധം തുടങ്ങി. ഞാൻ വളരെ സ്വത്തുമില്ല. അത് കർത്താവിന്റെ കൃപയാണ്. അപ്പോഴാണ് കൃപ. ഈ കൃപ എന്താണെന്ന് മോഹത്തിന്റെ വഴിയെന്നാണെന്നൊക്കെ കാണിച്ചു. വഴിയല്ല, വഴി പിടിച്ചതാണ്. അതിന് മന്ത്രവാദി വഴി പിടിച്ചാണ്. ഞാൻ പറഞ്ഞില്ല വീട്ടുകാർ വഴി പിടിച്ചാണ് കുറച്ച് കാലമായിട്ട്. പക്ഷെ അവസാനം മന്ത്രവാദിയാണ്. അനേകം ലോകത്തില് മറ്റേ മന്ത്രവാദത്തിന്റെ വഴിയുടെ വീട്ടിലെ അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. 13 അഹോന്റെ വഴി സകല മന്ത്രവാദികളുടെ വഴി വെളിയുന്നത്. അതുകൊണ്ടാണ് എല്ലാ ശക്തിക്കും അതിന് ഈശ്വരാണ്. മോസസ് പാലിച്ചെന്നാണ് ദൃശ്യവും മനുഷ്യമായ എല്ലാ ശക്തിക്കും മോള് ഈശ്വരാണ്. സായികൾ വന്നാലും ആലോചിച്ചാണ് 2 ക്രിസ്ത്യാനിക്ക് 2-3 ടച്ചുകൾ വരച്ച് വരുന്ന അനുഗ്രഹമാണ്. അത് ദൈവം വെളിപ്പെടുത്തത് ആർക്കും സാധിക്കില്ല. അതിനേക്കാൾ വലിയ ശക്തിയാണ് ഈശ്വരൻ. ആ നാമം വിളിച്ചാൽ മതി. ഈശ്വര നാമം ജീസസ് എന്ന് പറഞ്ഞാൽ മതി. ആത്മയെല്ലാം പോകും, എല്ലാം താഴെ പോകും. ആ നാമത്തിന്റെ ശക്തിയാണ്. അത് പറയുന്ന നാമം നമ്മുടെ നാളെയും 15-19 സത്വചനങ്ങൾ പറയുന്ന നാമായി മാറ്റണം. രാഷ്ട്രീയ മാധ്യമം തർക്കമായിട്ട് നടക്കേണ്ടത്. ഒരു 13 മാറും ദൈവദുഷ്ടപരമായ നാമല്ല ഉപയോഗിക്കേണ്ടത്. നമ്മുടെ സത്വചനങ്ങൾ, നല്ല കാര്യങ്ങൾ, വ്യക്തഭാഷണം, ചാമല്യം, വിളച്ചത്, ഇത് 3 ഉപേക്ഷിക്കണം. വിട്ടുപോകണം വരുന്നത് എപ്പോസസ് 5:1-5 വചനത്തില് അവ സംസാരം ഇങ്ങനെ സംസാരത്തിലേക്ക് ഉപയോഗമോ
വീരുന്നവരുണ്ടോ? ഉണ്ടായിട്ട് പറഞ്ഞോ? പണത്തിന്റെ വരുന്നുണ്ടോ? രാഷ്ട്രീയക്കാർ ചെയ്യുന്നവരുണ്ടോ? ഇപ്പൊ ലക്ഷ്മില്ല കാര്യമല്ല. പേടിയായിട്ടില്ല. അത് കൃപയാണ് അവരെക്കുറിച്ചുള്ളത്. കേട്ടോ? കൃപയാണ്. കാരണം അവർക്ക് ഇല്ലാത്ത നോക്കം കിട്ടുമ്പോൾ അസൂയ, ഭയങ്കര അസൂയക്ക് ബാക്കി അസൂയ. അതുകൊണ്ട് തന്നെ എപ്പോൾ പലതും പലത് സ്വർഗീയത്തിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളോട് ഉണ്ടായില്ല. ഉണ്ട്. അതിനെ കഴിക്കാനുള്ള വേണം. അത് കൃപ